നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഞാൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നമ്മളെല്ലാവരും സ്കിന്ന് വളരെയധികം വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കി വെക്കാൻ ശ്രമിച്ചാലും പല സമയത്ത് നമുക്ക് ചിലതരം സ്കിൻ ഇൻഫെക്ഷൻസ് പിടിപെടാറുണ്ട്. നോർമലായിട്ട് പറയുകയാണെങ്കിൽ ചിലവരിൽ തുടയിടുക്കുകളിലൊക്കെ നന്നായിട്ട് ചൊറിച്ചിൽ പോലെ തോന്നും. സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ അടിയിൽ നന്നായിട്ട് ഇൻഫെക്ഷൻസ് പോലെയൊക്കെ തോന്നും. ഇങ്ങനെയുള്ളതൊക്കെ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ വരുമെങ്കിലും അത് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള 3 എഫക്റ്റീവായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസാണ് പറയാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷനെ പെർമനൻ്റ്ലി നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും വളരുന്നത് കൂടുതലും ഈർപ്പവും ചൂടും കൂടിയിട്ടുള്ള ഭാഗങ്ങളിലാണ്. നമ്മുടെ ശരീരത്തിൽ ഈർപ്പവും ചൂടും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനുള്ള ഭാഗം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗം, തുടയിടുക്കുകളിൽ, സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ അടി, ഈ ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും ഈർപ്പവും ചൂടും നന്നായിട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? നന്നായിട്ട് ചൊറിച്ചിൽ പോലെ തോന്നും, റാഷസ് പോലെ ആവാനായിട്ട് തുടങ്ങും, ചുമന്നിങ്ങനെ തടിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് പലരും ഓയിൽമെൻറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്, പല മെഡിസിൻസൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഫംഗൽ ഇൻഫെക്ഷനെ ഒരു പരിധിവരെ മാറ്റാനുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ആപ്പിൾ സൈഡർ വിനെഗർ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ആപ്പിൾ സൈഡർ വിനെഗർ എന്ന് പറയുന്നതിന് നല്ലൊരു ആൻറ്റി ഫംഗൽ അതുപോലെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയാണുള്ളത്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 1 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ എടുക്കുക. 2 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിൽ മിക്സ് ചെയ്ത് ഒരു കോട്ടൺ ഉപയോഗിച്ച് അതിൽ ഡിപ്പ് ചെയ്ത് എവിടെയാണ് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉള്ളത് അവിടെ ദിവസത്തിൽ 2 നേരം നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ 2 നേരം അത് പുരട്ടി കുറച്ച് നേരം അങ്ങനെ വിടാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇങ്ങനെ വാഷ് ചെയ്ത് കളയാവുന്നതുമാണ്. കുറച്ച് നാൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അത് യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇൻഫെക്ഷൻസ് പതുക്കെ റാഷസ് പതുക്കെ അവിടെ കുറഞ്ഞു വരുന്നത്. അപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെ നിർത്താവുന്നതുമാണ്. പതുക്കെ നിങ്ങൾ കുറയുന്നതിനനുസരിച്ച് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു റെമഡിയാണ് ആപ്പിൾ സൈഡർ വിനെഗർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ട് കിട്ടുന്നത് വെളിച്ചെണ്ണ, തേങ്ങയുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. ഈ തേങ്ങയുടെ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അതിന് നല്ലൊരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട് എന്നതിനേക്കാൾ കൂടുതൽ അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നതിനും അതുപോലെ തന്നെ നന്നായിട്ട് ചൊറിച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ദിവസത്തിൽ 2-3 തവണ നമ്മൾ എപ്പോഴൊക്കെയാണ് കുളിക്കാൻ പോകുന്നത് അപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെയാണ് സമയം കിട്ടുന്നത് ദിവസത്തിൽ 2-3 തവണ അവിടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയും നമുക്ക് പതുക്കെ അവിടുത്തെ സ്കിന്നിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കുന്നതിനും ചൊറിച്ചിൽ നന്നായിട്ട് കുറയ്ക്കുന്നതിനും സ്കിൻ വളരെയധികം ഹീൽ ചെയ്യുന്നതിനും ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്, ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പാക്കാണ്. ആ പാക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുടെ ഒരു 3 ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ആവശ്യമുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അലോവേറ. നിങ്ങൾക്ക് ശുദ്ധമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അലോവേറേൻ്റെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ്. അലോവേറ നിങ്ങൾ 1 ടീസ്പൂൺ എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ 1 ടീസ്പൂൺ തൈര്, നല്ല കട്ട പുളിയുള്ള തൈരാണ്, ഏത് തൈരാണെങ്കിലും നല്ല കട്ട തൈര് 1 ടീസ്പൂൺ എടുക്കുക. അതുപോലെ 10-12 ആര്യവേപ്പില, ഇത്രയും എടുത്തതിന് ശേഷം നിങ്ങൾ നന്നായിട്ടൊരു സ്മൂത്ത് പേസ്റ്റ് പോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് എവിടെയാണോ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് നന്നായിട്ട് ചൊറിച്ചിലുള്ളത് എങ്കിൽ അവിടെ നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 2-3 തവണ 10 പുരട്ടി നിങ്ങൾ അങ്ങനെ വിടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസ് അലോവേറ, ആര്യവേപ്പില അല്ലെങ്കിൽ തൈര്, ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം സ്കിന്നിനെ നന്നായിട്ട് ഹീല് ചെയ്യുന്നതിനും അവിടുത്തെ ഇൻഫെക്ഷൻ നന്നായിട്ട് കുറയ്ക്കുന്നതിനും വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, കാരണം നമുക്കറിയാം തൈരൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറേ നേരം നമ്മൾക്ക് അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി 2 ഇൻഗ്രീഡിയൻസ് അലോവേറ അല്ലെങ്കിൽ ആര്യവേപ്പില, ഈ 2 ഇൻഗ്രീഡിയൻസ് വെച്ചും അല്ലെങ്കിൽ അതും താല്പര്യമില്ല കിട്ടാനില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ്, അലോവേറ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആര്യവേപ്പില ആണെങ്കിൽ അതിൻ്റെ പേസ്റ്റ്, ഇതിലേതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഇതും നിങ്ങൾ ദിവസത്തിൽ 2 തവണ
മാക്സിമം പറ്റുകയാണെങ്കിൽ 2 നേരം നിങ്ങൾ ഉപയോഗിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പുറത്തുനിന്ന് മെഡിസിൻസ് വെക്കുമ്പോൾ അത് പെട്ടെന്നൊരു ഇഫക്റ്റ് കൊടുക്കും എന്നുള്ളതുപോലെ തന്നെ ഇവ കുറച്ച് സമയമെടുക്കും മാറാനായിട്ട്. പക്ഷേ നമ്മളത് ഡെയിലി ബേസിസിൽ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കൊരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്കതിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും റെമഡി കുറച്ച് നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പതുക്കെ നല്ല രീതിയിൽ നമുക്കതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളും കൂടി കുറച്ച് ശ്രദ്ധിക്കണം. അതായത് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ചൂട് കൂടുതലാണ്, വിയർപ്പ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇട്ട ഡ്രസ്സ് നന്നായിട്ട് വിയർപ്പായിട്ട് മുഷിഞ്ഞുവെങ്കിൽ അത് മാറ്റി നിങ്ങൾ നല്ലൊരു കോട്ടൻ്റെ ഡ്രസ്സ് അത് പരമാവധി യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. തുടയെടുക്കുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നവരാണെങ്കിൽ കോട്ടൻ്റെ അണ്ടർവെയർ എല്ലാം യൂസ് ചെയ്യുന്നതിലൂടെയും വളരെയധികം സേഫ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. നന്നായിട്ട് വെള്ളം കുടിച്ച് നന്നായിട്ട് ബോഡീനെ നന്നായിട്ടൊന്ന് കൂളാക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഒരു റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.